ഇത് കൊള്ളാല്ലേ? ഈ വളയ്ക്ക് എന്താ വില? 10 രൂപ. 10 രൂപയോ? കൊല്ലുന്ന വില. കൊല്ലത്ത് നിങ്ങൾ നോട്ടല്ലേ? നിനക്ക് വള വേണം? എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കേട്ടില്ലേ? സരോജിനി നിന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട, നേരെ ഇട്ടു. ഇരുട്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ശരി, ഞാൻ കൊണ്ടാക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് ഇത്തിരി മയത്തി പെരുമാറിക്കൂടെ സരോജിനി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനാ ആ വളക്കടെ വന്ന് വായി നോക്കി നിന്നത്? വായി നോക്കി നിന്നോ? ഞാൻ വള വാങ്ങിച്ചു തരാൻ വന്നതല്ലേ. എന്നിട്ട് ഞാൻ നാണം കിടണം അല്ലേ? ഞാൻ പോവാ. നിക്കടേ അവിടെ. ഇത് ചന്തയാ. എനിക്കറിയാം, ഞാനും കുറച്ച് ചന്തയാൻ പോവാ. ആളുകൾ കാണും. എന്ത് കഷ്ടമാ. എന്റെ ക്ഷീണം മാറണമെങ്കിൽ ഇപ്പൊ നീ എന്റെ ഇത് വാങ്ങണം. എന്താ ഇത്? ഇത് വള, പളപളാന്നിരിക്കുന്ന വള. ഞാനിത് ഇവിടെ വെച്ച് വാങ്ങുമെന്ന് സ്വപ്നം പോലും കാണണ്ട. നീ അപ്പുക്കുട്ടന്റെ തനിക്കോണം കാണാൻ പോവാ. നീ എന്റെ കാമുകയാണെന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പോവും. അയ്യോ, വട്ട പിടിച്ചോ? നീ എന്നെ വട്ട് പിടിപ്പിക്കും. എന്താ ചന്തയിൽ കിടന്നൊരു ശൃംഗാരം? ഒന്നുമില്ല. ഇത് രാമൻകുട്ടി കൊടുത്തേക്കെ. എടാ, വണ്ടിയുടെ താക്കോൽ എവിടെ? താക്കോല? സ്വിച്ച്. താക്കോല ഞാൻ തന്നു. എടാ, നിന്നെ വണ്ടിയും വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടല്ലോ ഞാൻ ഷാപ്പിലോട്ട് പോയത്. അതെ ആശാനെ, ഞാൻ പണി കഴിഞ്ഞ് താക്കോൽ ഷാപ്പിൽ കൊണ്ട് തന്നില്ലേ? നീ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല, താക്കോൽ തന്നിട്ടുമില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ദൈവം. നീ ഷാപ്പിൽ വന്നതിന് സാക്ഷിയുണ്ടോ? പിന്നെന്താ, ഷാപ്പുകാരൻ കൊച്ചുകുട്ടി, നാസുരക്കാരൻ പഠിക്കര, ഇവരൊക്കെ കണ്ടതല്ലേ? അല്ല ആശാനെ, താക്കോലില്ലാതെ ആശാൻ എങ്ങനെയാ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന്? ഞാൻ വണ്ടി ഓടിച്ചു. ഒരുപാട് പോക്കെടുത്തരം പറയരുത്. ദോണ്ട് കിടക്കും താക്കോല്. ദോണ്ടേ. അയ്യോ, ഞാൻ പിന്നെ എന്തിനാ നിന്നോട് താക്കോൽ ചോദിച്ചേ? അത് എന്നോടാണ് ചോദിക്കുന്നത്. എന്നാ ഞാൻ നിന്നോട് താക്കോൽ ചോദിക്കുന്നില്ല. ഒരു 20 രൂപ വാങ്ങിയതാ. എന്റർടൈൻമെന്റ് ടാക്സ്. രാവിലെ ഞാൻ തന്നില്ലേ? അതിന്റെ കെട്ടറം കിട്ട് മണിക്കൂർ പോകുന്നായി. നീ കാശെട്. എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. അമ്മ ഈ തണുപ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ചുമ്മാ. എന്താ അമ്മേ? ഒന്നുമില്ല. വെറുതെ പനി പിടിപ്പിക്കല്ലേ, ഇങ്ങ് കയറി പോരൂ. ഇന്ന് നമ്മുടെ അപ്പൂട്ട് ഡ്രൈവിംഗ് പഠിത്തത്തിന് പോയതല്ലേ, എന്തായാലും ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. കാണുന്നില്ലേ ചെറുക്കനെ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇവൻ എവിടെ പോയി കിടക്ക? ഇനി മറന്നാളെയോ? അമ്മച്ചി, എന്തൊരു പുതിയത് ഇന്നതാടാ. ഇത് മുഴുവൻ ഒന്നിച്ച് തിന്നു തീർത്തേച്ച് നാളെ ചോദിക്കരുത്. ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി, ഗുളിക കഴിക്കുന്ന പോലെ. ചേച്ചിയോ ഗോവൻ സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ഇങ്ങടാടാ. ചിരിക്കണ്ട. ഈ ജിലേബി മധുരപലഹാരം ഒക്കെ വാങ്ങിച്ചു തരുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവാ. നിർത്തി. അതെന്താ? അമ്മച്ചി ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന എന്റെ ആഗ്രഹം. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞോ? മുഴുവനും ആയില്ല, ഒരുമാതിരിയായി. നല്ല ആശാന. അത് ശരി, നീ പോയിക്കോ, ആരും കാണണ്ട. ശരി. അപ്പോ ഇയാൾ എന്താ അമ്മച്ചി കൊണ്ടുകൊടുത്തത്? ഞാന് പുഷ്പാഞ്ജലി കഴിച്ചതിന്റെ പ്രസാദം. ഏത് അമ്പലത്തിലാ പുഷ്പാഞ്ജലി കഴിച്ചതിന് ജിലേബി പ്രസാദം കൊടുക്കുന്നത്? വടക്കൻ അമ്പലത്തിൽ ജിലേബിയാ പ്രസാദം. നോക്കിക്കോ, ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ചവിട്ട് വെച്ചാൽ എന്താടി? ആരാ സരോജിനി അവിടെ? ആരുമില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. കള്ളനെ പോലെ ഇരുട്ടത്ത് വന്ന എന്തിനാ? പകല് കാണുമ്പോ കുത്താൻ വരുന്ന പോത്തിന്റെ എരുമയുടെ മോന്തയാണല്ലോ നിനക്ക്. ഇപ്പോഴോ? ഇപ്പോഴും അതുപോലെ തന്നെ. ഇയാള് വലിയ രാജകുമാരൻ. അപ്പുകുട്ടനാണോ? അല്ല.
അത് ഈ അലമേലു അമ്മയുടെ ബാലയെ പറ്റി. വീടിന്റെ പുറവശാണോ നിന്റെ ബാലെ? എന്റെ ബാലയല്ല, അലമേലു അമ്മയുടെ. ആ, സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്. നിനക്കല്ല, എനിക്കാ. നീ കള്ളു കുടിക്കണ്ട. ഇന്നെന്താ ഒരു പുതുമ? ഒരു തൊഴിൽ പഠിക്കുകയും ദുബായി പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്ന നിന്നെ കുടിപ്പിച്ചിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്തവനാക്കാൻ ഞാനില്ല. തന്നെയുമല്ല, ഇന്നലെ നമ്മൾ ഇത്തിരി കൂടിപ്പോയല്ലോ. പെണ്ണ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ ലിമിറ്റ് ആയിരുന്നല്ലോ. ഇന്നും അത്രയും മതി. മനസ്സിലെ സന്തോഷവും സങ്കടവും ഒക്കെ കൂടിയുള്ള ഒരു തകിടം മറിച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. ഇത്തിരി അടിക്കാതെ ഉറങ്ങാൻ ഒക്കെയല്ല രാമൻകുട്ടി. സന്തോഷവും സങ്കടം എന്ന് വെച്ചാ ദുബായി പോകാനുള്ള സാധ്യത തെളിഞ്ഞ എന്റെ സന്തോഷം. പക്ഷെ അതിനെങ്ങനെ കാശുണ്ടാക്കുമെന്ന് ഓർത്ത് ഭയങ്കര വിഷമം. നീ അതൊക്കെ താ. ഞാൻ എന്റെ അലയും പറമ്പും കൂടെ ഒറ്റ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഒറ്റയോ? എടാ, നീ എന്റെ പെങ്ങളെ വഴിയാതാരാക്കല്ലേ. ആ പണം ഉണ്ടാക്കി തിരിച്ചു നമ്മൾ കൊട്ടാരം പണിയത്തില്ലേ? കൊട്ടാരം ഒന്നും പണിയണ്ട. മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയാ മതി. ആ, ജീവിക്കാൻ വഴി ഉണ്ടാക്കാം. എന്താ നിർത്താറായില്ലേ? കൊച്ചേട്ടന് അപ്പൂന് ചീത്തയാക്കുന്നേ. അല്ല, അതെ, ഞങ്ങൾ ഇവനീ ദുബായി പോകുന്നതിനെ പറ്റി. ഓ, വിസ കിട്ടണമെങ്കിൽ കള്ളു കുടിക്കണായിരിക്കും. ഞാൻ പോട്ടെ രാമൻകുട്ടി. ആ ഗ്ലാസിങ് തന്നേക്ക്. അപ്പോഴേ നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ആ ഡാൻസ് ഏരിയ വിളിച്ചോണ്ട് വരണമെന്ന്. ഏത് ഡാൻസ് ആരി? ഒരു സുന്ദരി വരുന്നുണ്ടല്ലോ, ചങ്ങനാശ്ശേരിക്കാരി സുഗന്ധി. ആ, സുഗന്ധി. അയ്യടാ, എന്തൊരു സന്തോഷം. ഞാൻ പോട്ടെ രാമൻകുട്ടി. ഞാനായിട്ട് നിങ്ങളുടെ ക്രമസമാധാനം അതിനെ തകർക്കുന്നില്ല. വേറെ അകത്തിരിപ്പുണ്ടോ? ഇത്രയായിട്ട് എനിക്ക് വേണ്ട. അയ്യടാ, ഉള്ള മുഴുവൻ കുടിച്ചു.